അതിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്നവയാണ് നല്ലൊരു പങ്ക് കൂടുകൾ. ആ കേജിൽ വളർത്തുന്ന മത്സ്യങ്ങൾ നഷ്ടപ്പെട്ടതാണ് ഇത്തവണ വ്യക്തിപരമായ നഷ്ടം കൂടുന്നതിന് ഇടയാക്കിയിട്ടുള്ളൊരു കാരണം. സർക്കാർ പെരിയാറിനെ സംരക്ഷിക്കുന്നതിനുള്ള നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ വ്യവസായ വകുപ്പിന്റെ വ്യവസായ നയം തന്നെ പ്രകൃതി, മനുഷ്യൻ, വ്യവസായം എന്നുള്ളതാണ് വ്യവസായ നയത്തിന്റെ തലക്കെട്ട് തന്നെ. അതുകൊണ്ട് 22 പ്രയോറിറ്റി സെക്ടറുകൾ വലിയ തോതിൽ മാലിന്യം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പാരിസ്ഥിതികാഘാതം ഉണ്ടാക്കാൻ ഇടയുള്ള ഒരു വ്യവസായവും ഇപ്പോൾ കേരളത്തിലെ വ്യവസായ നയത്തിന്റെ മുൻഗണനാ വ്യവസായങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടേയില്ല. ഇപ്പോൾ പെരിയാറിനകത്ത് ഉൾപ്പെടെ ഒരു തരത്തിലും വ്യവസായങ്ങൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന നിലപാട് തന്നെയാണ് വ്യവസായ വകുപ്പിനുള്ളത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇത്തരം കാര്യങ്ങളിൽ പരിശോധന നടത്തി പോകുന്നുണ്ട്. ഇപ്പോൾ ഷട്ടർ തുറന്ന സന്ദർഭത്തിലാണ് ഈ പ്രശ്നം വന്നിട്ടുള്ളത്. അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കാനായി ഈ സബ് കമ്മിറ്റി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചത് ശനിയാഴ്ച തന്നെ റിപ്പോർട്ട് നൽകണം എന്ന് ഇന്ന് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഫിഷറീസ് സർവകലാശാലയും ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ലാബിൽ ഫിഷറീസ് കുഫോസിന്റെ ലാബിൽ സെൻട്രൽ ലാബിലേക്ക് ചത്ത മത്സ്യങ്ങളുടെ ഇത് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും വെള്ളത്തിന്റെ പരിശോധന നടത്തുന്നുണ്ട്. ആ പരിശോധന റിപ്പോർട്ടുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ സബ് കളക്ടർ ശനിയാഴ്ചക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് നൽകണമെന്ന് ഇന്നത്തെ യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശനിയാഴ്ച വരെ സമർപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമാണെങ്കിൽ കുറെ കൂടി ഉയർന്ന തരത്തിലുള്ള അന്വേഷണം വേണ്ടി വരുമോ, അത്തരം കാര്യങ്ങൾ ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനിക്കും. ഇപ്പോ പെരിയാർ ഒഴുകി വരുന്നതാണല്ലോ, എവിടെ നിന്നാണ് ഈ മാലിന്യങ്ങൾ വരുന്നത്, അതിന്റെ സ്വഭാവം എന്താണ്, കെമിക്കലാണോ ഓർഗാനിക് ആണോ, ഈ മാലിന്യങ്ങളുടെ ഘടന എത്രമാത്രമുണ്ട്, അതെല്ലാം തന്നെ കൂടുതൽ പരിശോധന ആവശ്യമാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതിനടിസ്ഥാനത്തിൽ തീരുമാനിക്കും. നേരത്തെ പറഞ്ഞതുപോലെയുള്ള പൊതുവായി മത്സ്യ കർഷകർക്കുണ്ടായ നഷ്ടം അവന് ഈ റിപ്പോർട്ടിൽ വരുന്ന ശുപാർശകളെ അടിസ്ഥാനപ്പെടുത്തി സാധ്യമാകുന്ന നഷ്ടപരിഹാരം ഗവൺമെന്റ് നൽകുന്നത് പരിഗണിക്കും. അത് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും. എത്രമാത്രം നഷ്ടം വന്നിട്ടുണ്ട് അത് പരിശോധിച്ച് ഫിഷറീസ് വകുപ്പും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട മറ്റു വകുപ്പുകളുമായി ആലോചിച്ചുകൊണ്ട് സർക്കാർ തലത്തിൽ തന്നെ ഉചിതമായ തീരുമാനമെടുക്കും. എന്തായാലും അവർക്കുണ്ടായിട്ടുള്ള നഷ്ടം അത് വലുതാണ്. സംരംഭകരായി തന്നെ വന്നിട്ടുള്ള അവർക്ക് അവരുടെ ആത്മധൈര്യം കെടാതിരിക്കുന്നതിനാവശ്യമായ നടപടികളായിരിക്കും സർക്കാർ സ്വീകരിക്കുക. പിന്നെ ഷട്ടർ തുറക്കുന്നത്, ഇപ്പൊ എല്ലായിടത്തും ഇത്തരം ഷട്ടറുകൾ തുറക്കുന്നതിന് പ്രത്യേകിച്ച് പ്രോട്ടോകോൾ ഇല്ല. നേരെ വെള്ളം കൂടുമ്പോൾ തുറക്കുക ചെയ്യുമ്പോൾ. പക്ഷെ പെരിയാർ ഈ പാതാളം ബണ്ടിൽ ഈ റെഗുലേറ്റർ ഇതിനകത്ത് ഷട്ടർ അങ്ങനെ തുറക്കേണ്ടതില്ല എന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ഇന്ന് ഞങ്ങൾ യോഗത്തിലെടുത്തത്. കാരണം ഇത്തരത്തിൽ പല അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് അതിന് പ്രത്യേക ഒരു പ്രോട്ടോകോൾ തയ്യാറാക്കണം ഈ ഷട്ടർ തുറക്കുന്നത്. അതോടൊപ്പം തന്നെ ഇറിഗേഷൻ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, മുനിസിപ്പാലിറ്റി, ഇത് 3 പേരുടെയും അടങ്ങുന്ന ഒരു 3-അംഗ കമ്മിറ്റി അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കണം. വലിയൊരു സംഭവം വരുന്നു, പെട്ടെന്ന് ഫ്ലഡ് വരുന്നു, ഘട്ടത്തിലൊക്കെ അടിയന്തര ഘട്ടത്തിലെടുക്കേണ്ട സാധാരണഗതിയിൽ ഷട്ടർ തുറക്കുമ്പോൾ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ അതിന് ഇറിഗേഷൻ വകുപ്പ് പ്രത്യേകം ഒരു പ്രോട്ടോകോൾ തയ്യാറാക്കണം. അതിന് ഏകോപനം നടത്താനും മേൽനോട്ടം വഹിക്കാനും ഈ 3 വകുപ്പുകൾ അവരുടെ ഒരു സംവിധാനം ഉണ്ടാകണം എന്നാണ് കണ്ടിട്ടുള്ളത്. ബയോഫിൽറ്ററുകൾ സ്ഥാപിക്കാനായി 20 കമ്പനികളാണ് ബയോഫിൽറ്റർ സ്ഥാപിക്കാനായിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നോട്ടീസ് നൽകിയിരുന്നു. അതിൽ മിക്കവാറും എല്ലാ കമ്പനികളും ഇത് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ശരിയായ രൂപത്തിലുള്ള ഓപ്പറേഷൻസിലേക്ക് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർഡിസിപ്ലിനറി മാനദണ്ഡങ്ങൾക്കനുസൃതമായ ബയോ തീരുമാനിച്ചിട്ടുണ്ട്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡും വ്യവസായ വകുപ്പും തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അത്തരം കാര്യങ്ങളും ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണം. ഇതാണ് കൃത്യ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് പെരിയാർ സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ദീർഘകാല നടപടികൾ വേണം. അതിൽ ഇതിനടിസ്ഥാനപ്പെടുത്തി പൊതുവായ ശുപാർശകൾ, അവ സംബന്ധിച്ചുള്ള ഒരു ആക്ഷൻ പ്ലാൻ അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നുകൂടി
അപ്ഡേറ്റ് ചെയ്യണം. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു ഉന്നതതല യോഗം ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ NGTയുടെയും സുപ്രീം കോടതിയുടെയും എല്ലാം വിധിയിലെ എല്ലാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഒരു ഉന്നതതല യോഗം, ഒരു ഡയഫ്രം വാൾ നിർമ്മിക്കണം. അതിനോടൊപ്പം തന്നെ അത് പരിശോധിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വേയും അതിനകത്ത് ഉണ്ടാകേണ്ടതുണ്ട്. വാക്വേ, ഡയഫ്രം വാൾ വിത്ത് വാക്വേ, അത് തത്വത്തിൽ നേരത്തെ NGTയുടെ ശുപാർശ ഉള്ളത് തന്നെയാണ്. അപ്പം അതിനൊരു തടസ്സം ഉണ്ടായിരുന്നത് ഈ അതിർത്തി നിർണ്ണയിക്കപ്പെട്ടിരുന്നില്ല. അപ്പം അതിനിപ്പോൾ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്, സബ് കളക്ടറെ മേൽനോട്ടത്തിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അടിയന്തരമായി സർവേ പൂർത്തീകരിക്കണം, 1 മാസത്തിനുള്ളിൽ സർവേ പൂർത്തീകരിക്കണം. സർവേ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതിനടിസ്ഥാനപ്പെടുത്തി DPR തയ്യാറാക്കണം, ഡയഫ്രം വാൾ വിത്ത് വാക്വേ. അപ്പോൾ എല്ലാവർക്കും ഇത് പരിശോധിക്കുമെന്നുള്ള സൗകര്യം ഉണ്ടായിരിക്കും. നേരത്തെ ചർച്ച ചെയ്തതാണ് ഒരു അതോറിറ്റി ഉണ്ടാകണമെന്നുള്ളത്. പെരിയാർ അതോറിറ്റി എന്നാണ് ആദ്യം ചർച്ച ചെയ്തതെങ്കിൽ പൊതുവെ കേരളത്തിൽ നദികൾക്ക് വേണ്ടി ഒരു അതോറിറ്റി ഉണ്ടാകണം. അത് ഒന്നുകൂടി പരിഗണിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത്. ഇന്നലെ ബഹുമാന്യ മുഖ്യമന്ത്രിയുമായി ഈ കാര്യങ്ങളെല്ലാം വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയർപേഴ്സൺ ഉൾപ്പെടെ ഉള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ യോഗം നടന്നത്. ആ യോഗത്തിന്റെ ഭാഗമായി എടുത്ത തീരുമാനങ്ങളൊപ്പം തന്നെ നേരത്തെ ഗവൺമെന്റ് തത്വത്തിൽ അംഗീകരിച്ചിട്ടുള്ളതാണ്. ആ കാര്യം വീണ്ടും പരിഗണിക്കുന്നതിനും സമയബന്ധിതമായി ഒരു നദികളുടെ ഒരു അതോറിറ്റി ഇത്തരം കാര്യങ്ങളിൽ പൊതുവെ രൂപീകരിക്കണമെന്ന കാര്യവും ഗവൺമെന്റ് തീരുമാനമെടുക്കുന്നതായിരിക്കും. ഇതാണ് ദീർഘകാല നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയതുപോലെ കഴിഞ്ഞ കാലനൂറ്റാണ്ടായി പലതരത്തിൽ ഇത്തരത്തിലുള്ള കുരുതികളുണ്ടാകുന്നു. മാധ്യമങ്ങൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സന്ദർഭങ്ങളിലും കമ്മിറ്റികൾ വരുന്നു, അന്വേഷണം വരുന്നു, പിന്നെ മഴയൊക്കെ കഴിയുമ്പോൾ അത് മറന്നു പോകുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ 2 തരത്തിൽ ഹ്രസ്വകാല ദീർഘകാല നടപടി. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കൽ ഉണ്ടോ, അതൊക്കെ നമുക്കിപ്പോൾ വെള്ളത്തിന്റെ രാസകരണം നോക്കി അറിയാൻ കഴിയും ഏത് കെമിക്കലാണ്. ഏതെങ്കിലും വ്യവസായ സ്ഥാപനങ്ങൾ അത്തരത്തിൽ തെറ്റായ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കർക്കശമായ നടപടി, അത്തരത്തിലൊരു സ്ഥാപനവും പ്രവർത്തിക്കാൻ അനുവദിക്കുന്നതല്ല. എന്നാൽ അതാണോ കാരണം എന്നുള്ളത് ഇപ്പോൾ നമുക്കാർക്കും പറയാൻ കഴിയില്ല. ഇപ്പൊ നമുക്കിപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, ബ്രഹ്മപുരത്ത് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് നമുക്ക് ഒരു അനുഭവമാണ്, ഒരു പാഠമാണ്, ഒരു അവസരം കൂടിയാണ്. അത് ബാക്കി ഞങ്ങൾ പാലിച്ചിട്ടുണ്ട്. ഇപ്പോ BPCLന്റെ 100 കോടിയുടെ പ്ലാന്റിന്റെ പ്രവർത്തനം തുടങ്ങി. മൈനിങ് അവിടെ വേർതിരിക്കുന്ന പദ്ധതി നല്ല രൂപത്തിൽ മുന്നോട്ട് പോയി. ഇത്തവണ തീപിടുത്തമില്ലാതിരിക്കാൻ എല്ലാ ആഴ്ചയും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുന്നതുവരെ എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ എല്ലാ യോഗങ്ങളും ഉണ്ടായിരുന്നു. തദ്ദേശ മന്ത്രിയും കഴിയാവുന്ന യോഗങ്ങൾ പങ്കെടുത്തു. ഞങ്ങൾ പങ്കെടുത്ത എല്ലാ ചൊവ്വാഴ്ചയും 2:30 റിവ്യൂ നടത്തി. ഞാൻ അവിടെ പോയി വിസിറ്റ് ചെയ്തു, എന്തെല്ലാം കുറവുകൾ പരിഹരിച്ചു. ഇത്തവണ തീപിടുത്തമുണ്ടായില്ല. ഒരു അനുഭവം വന്നു, അതൊരു പാഠമായി.